ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതോ തുടങ്ങിയിട്ട് പരാജയപ്പെട്ട ആളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ടതാണ്. ഇത് അവസാനം വരെ കണ്ടാലേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ, മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ ഷോർട്ടാണ് ഇടാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അതായത് നിങ്ങൾ ഇന്ന് പുതിയത് തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വൈകിട്ടൊരു 5 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ 5 മണിൻ്റെ ഉള്ളിലോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെക്കാം. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണി 8 മണി നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആവുന്ന ടൈമിൽ അപ്ലോഡ് ചെയ്ത് വെക്കാം. ഇതിൽ ഏത് ടൈമിലാണ് വ്യൂസ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാം. പിന്നെ ആ ടൈമിൽ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പോവുക. കാരണം ഷോർട്ട് വീഡിയോ എന്ന് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മളെ വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വ്യൂസ് ഏത് ടൈമിലാണ് ഫോണിൽ യൂട്യൂബിൽ ആക്റ്റീവായിട്ടുള്ളത് ആ ടൈമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ 2 ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ടൈം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത്, ഇത് ഷോർട്സിൻ്റെ ഒരു പ്രധാന ഒരു കാര്യമാണ് ടൈം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ തോന്നിയ ടൈമിൽ ഇട്ടുകൊണ്ട് ചിലപ്പോൾ ഷോർട്സ് വൈറലാവില്ല. പിന്നെ ഷോർട്സിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടും വരുമാനം ഒന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഷോർട്സിൽ നമ്മുടെ അത്രയും വ്യൂസ് കയറിയാലും ശരി, ഷോർട്സിൽ വരുമാനം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കടമ്പകളുണ്ട്. ഇതിലും ഏറ്റവും ബെറ്റർ, അതേപോലെ തന്നെ വാച്ച് ടൈം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിലും ഷോർട്സ് ഇട്ടുകൊണ്ട് കാര്യമില്ല. മാക്സിമം നിങ്ങൾ ലോങ് വീഡിയോ കയറ്റാൻ നോക്കുക. അതിനിടയിൽ കൂടെ ഷോർട്ട് വീഡിയോയും ഇടാം. കാരണം നമുക്ക് സബ് ഇല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയിലൂടെ ഏറ്റവും കൂടുതൽ സബ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഷോർട്ട് വീഡിയോയിലാണ്. ലോങ് വീഡിയോയിൽ സബ് കുറയും. പിന്നെ ഈ ലോങ് വീഡിയോ ആണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ടൈം ഞാൻ വേണമെന്ന് ഞാൻ പറയുന്നത് നിർബന്ധം ഇല്ല. എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായമാണത്. അതെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ്സ് തിരഞ്ഞെടുത്ത് കാണേ ഫ്രണ്ടിൽ വരുമ്പോൾ ഓപ്പൺ ആക്കിയ ഉള്ളൊരു സംഭവമാണ് ഈ ലോങ്. മറ്റേ സ്ക്രോൾ ചെയ്ത് പോകണോണ്ടാണ് ഞാൻ ടൈമിൻ്റെ കാര്യം ഞങ്ങളോട് നിർബന്ധമായിട്ടും പറഞ്ഞത്. ഇതിൽ ടൈം നിർബന്ധമില്ല എങ്കിലും ടൈമുള്ളത് നല്ലതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമ്പലൈന്, അതായത് ഒരു തമ്പലൈൻ ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമ്മളെ വ്യൂസിനത് ഓപ്പൺ ചെയ്യാൻ തോന്നണം. കാരണം അത് ക്ലിക്ക് ചെയ്യാം. അത്രയും ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു തമ്പലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. തമ്പലൈനാണ് ഏറ്റവും ലോങ്ങിൽ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തമ്പലൈനാണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വീഡിയോ ക്വാളിറ്റി. ഇപ്പം ഞാൻ ചെയ്യണത് വലിയ വീഡിയോ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ എൻ്റെ ക്യാമറ അങ്ങനെയാണ്. പക്ഷേ എങ്കിലും ഇത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വാച്ച് ടൈമും സബും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. അപ്പോൾ അത് നല്ലൊരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ള മാത്രം ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ ക്വാളിറ്റി പ്രധാനമാണ്. അതുപോലെ തന്നെ വോയിസ് ക്വാളിറ്റി, നല്ലൊരു മൈക്ക് യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാവും. വോയിസ് ക്വാളിറ്റി അത്യാവശ്യം യൂട്യൂബ് പ്രത്യേകം നോക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ യൂട്യൂബ് ഒന്ന് ഫുള്ള് സെർച്ച് ചെയ്തിട്ട് ഇത് മറ്റുള്ളവർക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ അവർക്ക് ഇത് പുഷ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീഡിയോ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് കൂടുതൽ പുഷ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് എത്തിച്ചാൽ നോക്കും. അതുകൊണ്ട് നമ്മളെ വ്യൂസ് എത്രയും പെട്ടെന്ന് കൂടും, വാച്ച് അവർ നമുക്ക് വേഗം കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ പ്രധാനമായും നോക്കേണ്ട ഒരു കാര്യമാണ് വ്യൂസ് ആണെന്നുണ്ടെങ്കിൽ, ഷോർട്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ടൈമും, ലോങ് വീഡിയോക്ക് തമ്പലൈനും ഇത് ഏറ്റവും ബെറ്ററാണ്. നല്ലൊരു ചാനലിന് വേണ്ട ഒരു കാര്യമാണ്. പിന്നെ സൗണ്ട് ക്വാളിറ്റി, വോയിസ് ക്വാളിറ്റി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും മറക്കാതെ ചെയ്യാം. ആരും മറന്നു പോകരുത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചാനലിൽ എന്തായാലും റീച്ചാവും, വാച്ച് ടൈമും കിട്ടും, സബും കിട്ടും. അപ്പോൾ വീഡിയോ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, തമ്പലൈന് ഇതൊന്നും മറക്കാതെ നോക്കുക. ഷോർട്സിനാണെന്നുണ്ടെങ്കിൽ ടൈമും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ ചാനൽ ഫസ്റ്റായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.